നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് മാഷ്മെല്ലോ. അതാണ് ഇന്നത്തെ ഡിഷിൻ്റെ പേര്. എന്താ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ അവിടെ ഒന്ന് പുതിയ ഇൻട്രോ വിച്ചോട്ടാ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുറച്ച് വെറൈറ്റിയാണ് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോണത്. നമ്മൾ ചെയ്യാൻ പോണ സാധനത്തിൻ്റെ പേരാണ് മാഷ്മെല്ലോ. അപ്പോൾ പലർക്കും അറിയായിരിക്കും, കുറച്ച് പേർക്കൊന്നും ചിലപ്പോൾ അറിയില്ല. നമ്മുടെ അവിടെ പൊതുവേ അത് അധികം കിട്ടാത്ത സാധനമാണ് ഈ മാഷ്മെല്ലോ എന്ന് പറയുന്നത്. പുറത്തൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മാഷ്മെല്ലോ എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നോക്കാൻ പോണത്. അപ്പോൾ നമ്മൾ എപ്പിസോഡിലേക്ക് കിടക്കണതിനുള്ളിൽ നിങ്ങൾ നമ്മുടെ പല ആൾക്കാരും നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട്. അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ അതും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ ഒരു ബൗൾ എടുക്കാം. ഈ ബൗളിലോട്ട് നമ്മൾ ചെയ്യാൻ പോണത്, നമുക്ക് ആദ്യം ഈ ഒരു ബൗളിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര, നല്ല പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് ഉണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത്, ഇത് കുറച്ച് കോൺഫ്ലോർ ആണ്, നല്ല പൊടിയായിട്ടുള്ള കോൺഫ്ലോർ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഏകദേശം ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോൺഫ്ലോർ കൂടെ ഇതിലേക്ക് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതുപോലൊരു പാത്രം എടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത്, ഇത് ജലാറ്റിനാണ്. ഇത് നമ്മൾ അൺഫ്ലേവേർഡ് ജലാറ്റിനാണ്, ഫ്ലേവറൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എടുത്തിട്ട് ഇതിലൊരു 1.5 സ്പൂണ്, ഈ ഒരു സ്പൂണിൽ ഒരു 1.5 സ്പൂൺ ജലാറ്റിൻ നമുക്ക് ഇതിലേക്ക് എടുക്കാം. ഇപ്പോൾ ഏകദേശം 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത്, ഇതിലേക്ക് ചുടുവെള്ളം ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലോട്ട് ഇതിൻ്റെ ഒരു 1/2 കപ്പ് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1/2 കപ്പാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് നമുക്കിതിനെ പതുക്കെ ഇത് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തനിയെ ഫുള്ളായി അലിഞ്ഞോളും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെറുതായി ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക് പാത്രം എടുക്കാം ആദ്യം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൊടി ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച് പറഞ്ഞാൽ നമ്മുടെ കോൺഫ്ലോറും പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ടതാണ്. അപ്പോൾ അതിന് നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് ഇട്ടിട്ട് ഇതുപോലെ മൊത്തത്തിലൊന്ന് നമുക്ക് എല്ലാവിടേക്കും ഒന്ന് ആക്കി കൊടുക്കാം. നമ്മളിപ്പോൾ എന്തായാലും റെഡി ആക്കിയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യം നമുക്ക് അടുപ്പത്ത് പാൻ വയ്ക്കാം. ഏതായാലും ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഒരു കപ്പിൽ ഒരു ഫുൾ കപ്പാണ് ഞാൻ എടുത്ത് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഇതേ കപ്പിൽ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത് ഏകദേശം നമുക്ക് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതുണ്ട്, ഏകദേശം ഈ ഒരു ത്രെഡ് പോലെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഇങ്ങനെ കിട്ടണമെങ്കിൽ ഇതായിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ജലാറ്റിൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. ഇതാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ജലാറ്റിൻ. അത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഏകദേശം കുറച്ച് നേരം നമ്മളിങ്ങനെ ജലാറ്റിൻ ഒഴിച്ചിട്ട് അത് ഇരുന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇത് ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി മതി. നമുക്കിനി ഇതെന്തായാലും ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിനെ ഒരു ബൗളിലോട്ട് ഇങ്ങനെ മാറ്റാം. ഇനി ഇതെന്തായാലും ഇങ്ങനെ ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ഏകദേശം ഒന്ന് തണുക്കട്ടെ. ഒരുപാട് തണുപ്പാവണ്ട, നമ്മൾ ചെറുതായിട്ട് ഒരു ചെറു ചൂടിലാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഗൈസ്, അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു വിസ്കറാണ് എടുത്തിരിക്കുന്നത്. ഹാൻഡ് വിസ്കർ, ഹാൻഡ് ബീറ്റർ എന്നൊക്കെ പറയും ഇതിന്. അപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ വരണം ഈ ഒരു കൺസിസ്റ്റൻസി. ഇതായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇത് വാനില എസൻസ് ആണ് നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ഈ വാനില എസൻസ് നമുക്ക് ഇതുപോലെ ഒരു സ്പൂണിലെടുത്തിട്ട് കുറച്ചിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഇതേപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ആയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ചുവപ്പ് കളർ എടുത്തിരിക്കണം. നമുക്കിത് കുറച്ചിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ആയി കൊടുക്കാം ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മുടെ ഏകദേശം ആവശ്യത്തിനായിട്ടുണ്ട്, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് പരിശോധിക്കാം. അത് കണ്ടോ, നല്ല റിബൺ കൺസിസ്റ്റൻസി എന്ന് ഇതിന് പറയാം. നല്ല ഇങ്ങനെ കറക്റ്റ് ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇതില്ലേ പ്ലാസ്റ്റിക് പാത്രം,
ഇതിൽ നമ്മൾ നമ്മുടെ ആ മിക്സ്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിലോട്ട് നമുക്കിത് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ചെറുതായി ഒന്ന് ലെവൽ ചെയ്യാം. ഏകദേശം ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യുക. അതെന്തിനാണെന്ന് വെച്ചാൽ ഉള്ളിൽ എയർ ബബിൾസ് ഉണ്ടാവും, അത് പൊട്ടിപ്പോകാനാണ്. അപ്പോൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇത് ഒരു 5 to 6 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് നേരെ ഇതെടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഇത് ഏകദേശം ഒരു 6 മണിക്കൂർ വെച്ചിട്ട് കുറച്ച് നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട്. എന്നിട്ടുള്ള പരിവാണിത്, കണ്ടില്ലേ? ഇനി നമുക്കിതിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പൊടിയില്ലേ, ആ പൊടി ഇതിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കാം. അതായത് കോൺഫ്ലോറും പഞ്ചസാരയും കൂടെ ചേർത്ത പൊടിയാണ്. അത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ വിതറി കൊടുക്കുക സൈഡൊക്കെ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മളിനി ഇത് എടുക്കാൻ പോണത്, നമ്മുടെ മാഷ്മെല്ലോ. അപ്പോൾ അതിനാണ് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്, ഈ പ്ലേറ്റിൽ ഒട്ടാതിരിക്കാനാണ് നമ്മളിത് ഇടുന്നത്. ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാഷ്മെല്ലോ ഇതിന്ന് എടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ ഒരു കത്തി യൂസ് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ എടുക്കാം. ഇനി കത്തി വെച്ചിട്ട് കത്തിയുടെ സൈഡിലേക്ക് ഈ പൊടിയാക്കിയിട്ട് നമുക്കിതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ പ്ലേറ്റിലോട്ട് മാറ്റാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിരിക്കും കേട്ടോ, മാഷ്മെല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് സാധനമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ കണ്ടോ, ഭയങ്കര സോഫ്റ്റായി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ഒരു 2-3 പീസ് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് എന്തായാലും കഴിച്ച് നോക്കണ്ടേ. അപ്പോൾ നമുക്കിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം എന്തായാലും. ഇത് പിന്നെ വേറെ ആരെങ്കിലും കൊടുക്കാം വീട്ടുകാർക്കൊക്കെ. നമുക്ക് ഇതെന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ മാഷ്മെല്ലോ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഭയങ്കര സ്പോഞ്ചിയാണ്, നല്ല അടിപൊളി സാധനം, നല്ല സോഫ്റ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര സ്പോഞ്ചിയാണ് കേട്ടോ, നമ്മൾ സ്പോഞ്ചൊക്കെ ചവയ്ക്കുന്ന പോലെ അത്ര സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പിന്നെ മധുരമാണ് നന്നായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ വാനില എസൻസ് ചേർത്തി കേട്ടോ, അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. സംഭവം പൊളിയാണ്. വെറുതെ അല്ല ഇംഗ്ലീഷുകാർ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കണമെന്നും. സംഭവം പൊളിയാണ്. പിന്നെ അവർക്ക് മാത്രമല്ല നമുക്കും ഉണ്ടാക്കി കഴിക്കാം, നമ്മൾ കേരളീയർക്കും ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക, അത് ട്രൈ ചെയ്ത് നോക്കുക, അത് അതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ക്യാമറാമാൻ സൈഡാനിപ്പോൾ ഇറ്റ്സ് മീ വിശാൽ. ചേട്ടാ.